സംസ്ഥാനത്തെ വിവിധ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തു വന്നതോടെ CPM കേരളത്തിൽ നിന്ന് മായുകയാണ് എന്ന കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. സംസ്ഥാനത്ത് 31 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വൻ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് തച്ചൻപാറ അടക്കം 3 പഞ്ചായത്തുകൾ ഇടതിന് നഷ്ടമാകും. തച്ചൻപാറയ്ക്ക് പുറമെ തൃശൂർ, നാട്ടിക, ഇടുക്കി, കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം. 3 പഞ്ചായത്തുകളിലും UDF അട്ടിമറി വിജയം നേടി. കോട്ടയം മധുരമ്പുഴ 3-ാം വാർഡും കൊല്ലം പടിഞ്ഞാറേക്കല്ലട 8-ാം വാർഡും LDF പിടിച്ചെടുത്തു. കണ്ണൂർ കണിച്ചാൽ മാടായി പഞ്ചായത്തുകൾ LDF നിലനിർത്തി. ഇതുവരെ ഫലം വന്ന 29 വാർഡുകളിൽ 15ഇടത്ത് UDFും LDF 11ഇടത്ത് 3 വാർഡിൽ BJP എന്നതാണ് സീറ്റ് നില. മലപ്പുറം മഞ്ചേരി നഗരസഭയിലെ കരുവമ്പ്രം വാർഡ് CPMൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു. 42 വർഷമായി CPM തുടർച്ചയായി ജയിക്കുന്ന വാർഡായിരുന്നു ഇത്. ഇവിടെ ഇരട്ട പദവിയുമായി ബന്ധപ്പെട്ട് LDF വാർഡ് മെമ്പറെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയിരുന്നു. തുടർന്നാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് ഡിവിഷനിലും തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലുമുള്ള 2 ഫലം കൂടി പുറത്തു വരാനുണ്ട്. ഇവിടെ വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2ഇടത്തും ജനപ്രതിനിധി മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത്. അതേസമയം തൃശൂർ നാട്ടികയിൽ UDF അട്ടിമറി വിജയം നേടി. കഴിഞ്ഞ തവണ 260 വോട്ടിനെ LDF വിജയിച്ച വാർഡിലാണ് UDFന്റെ അട്ടിമറി വിജയം. ഇതോടെ LDFന് ഭരണം നഷ്ടമാവുകയും ചെയ്തു. ചൊവ്വന്നൂർ പഞ്ചായത്ത് 3-ാം വാർഡ് UDF നിലനിർത്തി. സെബി മണ്ടുപാൽ 25 വോട്ടിനാണ് വിജയിച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭ 41-ാം വാർഡിൽ NDA സീറ്റ് നിലനിർത്തി. NDA സ്ഥാനാർത്ഥി ഗീതാ റാണി വിജയിച്ചു. പാലക്കാട് ജില്ലയിലെ 3 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ CPMൽ നിന്നും പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത് ഉൾപ്പെടെ UDFന് നേട്ടം ഉണ്ടായിരിക്കുകയാണ്. തച്ചമ്പാറ പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടപ്പെടും. 15-അംഗ ഭരണസമിതിയിൽ CPIയുടെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിലെ അലി തെക്കേത്ത് 28 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തു. ഇതോടെ UDF അംഗബലം 8ആയി. ചാലിശ്ശേരി പഞ്ചായത്തിൽ ഇരു മുന്നണികൾക്കും 7 വീതം അംഗങ്ങളുടെ പിന്തുണയായിരുന്നു. 9-ാം വാർഡിൽ K സുജിത 104 വോട്ടുകൾക്ക് വിജയിച്ചതോടെ ടോസിലൂടെ UDFന് ലഭിച്ച പഞ്ചായത്ത് ഭരണം സുരക്ഷിതമായി തുടരാനാകും. കൊടുവായൂർ പഞ്ചായത്തിലെ 13-ാം വാർഡായ കോളോട്ട് CPM നിലനിർത്തി. CPMലെ A മുരളീധരൻ 108 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 18-അംഗ ഭരണസമിതിയിൽ 12 പേരുടെ പിന്തുണയോടെ LDFന് ഭരണം തുടരാനാകും. കൊല്ലം ഏരൂർ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് LDF സ്ഥാനാർത്ഥി മഞ്ജു 87 വോട്ടിന് വിജയിച്ചു. പടിഞ്ഞാറേ കല്ലട 5-ാം വാർഡ് LDF പിടിച്ചെടുത്തു. LDF സ്ഥാനാർത്ഥി സിന്ധു കോയിപ്പുറത്ത് 92 വോട്ടുകൾക്ക് വിജയിച്ചു. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് LDFൽ നിന്ന് UDF പിടിച്ചെടുത്തു. UDFലെ അഡ്വക്കേറ്റ് ഉഷ തോമസ് 43 വോട്ടുകൾക്ക് വിജയിച്ചു. തേവലക്കര 22-ാം വാർഡ് LDFൽ നിന്ന് UDF പിടിച്ചെടുത്തു. CPMലെ അജിത സാജൻ വിജയിച്ചു. തേവലക്കര 22-ാം വാർഡ് LDFൽ നിന്ന് UDF പിടിച്ചെടുത്തു. UDFലെ ബിസ്മി അനസ് വിജയിച്ചു. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് തെക്കേമുറി വാർഡ് BJPയിൽ നിന്ന് LDF പിടിച്ചെടുത്തു. LDF സ്ഥാനാർത്ഥി N തുളസി 164 വോട്ടുകൾക്ക് വിജയിച്ചു. പത്തനംതിട്ട എഴുമറ്റൂർ 5-ാം വാർഡ് കോൺഗ്രസിൽ നിന്ന് BJP പിടിച്ചെടുത്തു. BJP സ്ഥാനാർത്ഥി റാണി ടീച്ചർ 48 വോട്ടുകൾക്ക് വിജയിച്ചു. നിരണം 7-ാം വാർഡ് UDF LDFൽ നിന്നും പിടിച്ചെടുത്തു. 211 വോട്ടിന് റെജി കണിയാം കണ്ടത്തിൽ വിജയിച്ചു. 28 വർഷമായി LDFന്റെ സീറ്റായിരുന്നു ഇത്. കോന്നി അരുവാപ്പുലം പഞ്ചായത്ത് 12-ാം വാർഡ് LDF നിലനിർത്തി. LDF സ്ഥാനാർത്ഥി മിനി രാജീവ് വിജയിച്ചു. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഇളവള്ളൂർ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി ജോളി ഡാനിയൽ ജയിച്ചു. 1309 ലീഡ് സീറ്റ് നിലനിർത്തി. പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് വല്ലന ഡിവിഷനിൽ UDF വിജയിച്ചു. 245 വോട്ടുകൾക്ക് ശരത് മോഹൻ സീറ്റ് നിലനിർത്തി. കണ്ണൂർ കണിച്ചാർ പഞ്ചായത്ത് 6-ാം വാർഡും പഞ്ചായത്ത് ഭരണവും LDF നിലനിർത്തി. CPMലെ രതീഷ് പൊരുന്നൻ 199 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. പഞ്ചായത്തിൽ LDFന് 7-ഉം UDFന് 6-ഉം സീറ്റുകളാണ് ഉള്ളത്. മാടായി പഞ്ചായത്ത് 6-ാം വാർഡ് LDF നിലനിർത്തി. മണി പവിത്രൻ 234 വോട്ടിന് വിജയിച്ചു. ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്ത് പന്നൂർ വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്തു. UDFലെ AN ദിലീപ് കുമാറാണ് വിജയിച്ചത്. പഞ്ചായത്തിൽ ഭരണമാറ്റത്തിന് സാധ്യതയുണ്ട്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി വാർഡിൽ UDF സ്ഥാനാർത്ഥി സാന്ദ്ര മോൾ ജിന്നി 745 വോട്ടുകൾക്ക് ജയിച്ചു. ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്ത് 12-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ദീപക് എരുവ വിജയിച്ചു. LDFന് സീറ്റ് നഷ്ടമാവുകയും ചെയ്തു. CPM വിട്ട് BJPയിൽ ചേർന്ന ബിപിൻ സി ബാബുവിന്റെ പഞ്ചായത്താണ് ഇത്. മഞ്ചേരി നഗരസഭ കരുവമ്പ്രം വാർഡ് CPMൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു. കോൺഗ്രസിലെ ഫൈസൽ മോൻ 43 വോട്ടുകൾക്കാണ് വിജയിച്ചത്. കോട്ടയം മധുരമ്പുഴ പഞ്ചായത്ത് 3-ാം വാർഡ് UDFൽ നിന്ന് LDF പിടിച്ചെടുത്തു. കേരള കോൺഗ്രസ് എമ്മിലെ TD മാത്യു 247 വോട്ടിന് ജയിച്ചു. പഞ്ചായത്ത് ഭരണത്തിൽ മാറ്റമൊന്നുമില്ല. ഈരാറ്റുപേട്ട നഗരസഭ 16-ാം വാർഡ് UDF നിലനിർത്തി. മുസ്ലിം ലീഗിലെ റുബിന നാസർ 101 വോട്ടിന് വിജയിച്ചു. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡായ ആനയാംകുന്ന്
വെസ്റ്റ് വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയം. 234 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി കൃഷ്ണദാസൻ കുന്നുമ്മൽ വിജയിച്ചത്. മലപ്പുറം ആലങ്കോട് പഞ്ചായത്തിൽ വാർഡ് 18 പെരുമുക്ക് UDF നിന്നും LDF പിടിച്ചെടുത്തു. LDF സ്ഥാനാർത്ഥി അബ്ദുറഹ്മാനാണ് വിജയിച്ചത്. തിരുവനന്തപുരം വെള്ളറട പഞ്ചായത്തിലെ കരിക്കാമൻകോട് വാർഡ് BJP നിലനിർത്തി. അഖില മനോജാണ് ഇവിടെ വിജയിച്ചത്.